പിന്നെ അവർ വരുമ്പോൾ ഇതുപോലുള്ള മുഷിഞ്ഞ സംസാരവുമായി അങ്ങോട്ടേക്ക് ചെന്നേക്കരുത്, ആദി ഒരു താക്കീതോടെ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും ജാനിയും സുഭദ്രയും തിരിച്ചു വന്നിരുന്നു. ജാനി ഒരു വൈറ്റ് കളർ ഫ്രോക്കാണ് ധരിച്ചത്. കൂടാതെ മുടി ഉയർത്തി പോണിടെയിലാക്കി കെട്ടിയിട്ടുണ്ട്. അരവരെ നീണ്ടു നിൽക്കുന്ന ഇടതൂർന്ന മുടിയാണ് ജാനിയുടേത്. അവളെ ആ വേഷത്തിൽ കണ്ടതും ആദിക്ക് അവളോട് ഓമനത്വം തോന്നി. വെഡ്ഡിംഗ് കളക്ഷനൊക്കെ 4ാമത്തെ നിലയിലാണ് ഉള്ളത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവർ അടുത്തെത്തിയതും കേശവ് പറഞ്ഞു. എല്ലാവരും ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ആദി 4th ഫ്ലോർ പ്രസ് ചെയ്തു. ലിഫ്റ്റ് ഓപ്പൺ ആയതും ആദിയാണ് ആദ്യം കയറിയത്. അതിനു പുറകെ ജാനിയും. കാർത്തിക കയറിയപ്പോൾ അറിയാതെ എന്ന പോലെ ജാനിയെ തട്ടിയിട്ടാണ് കയറിയത്. ആദി കയ്യിൽ പിടിച്ചതുകൊണ്ട് മാത്രം ജാനി വീണില്ല. ആദി അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. കാർത്തിക അവൻ്റെ മറുപുറം പറ്റിച്ചേർന്നതുപോലെ നിന്നു. ആദിയൊന്ന് കടുപ്പിച്ചു നോക്കിയതും അവൾ ഇച്ചിരി നീങ്ങി നിന്നു. ഫ്ലോറിലെത്തിയതും അവർ ആദ്യമേ തന്നെ ജാനിക്ക് എൻഗേജ്മെൻറ്റിനിടാനുള്ള ലെഹങ്ക എടുക്കാനായി പോയി. കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ ബേബി പിങ്ക് കളറിൽ നിറയെ വർക്കുകൾ വരുന്ന ഡിസൈനാണ് സെലക്ട് ചെയ്തത്. ആദിക്ക് വേണ്ടി അതേ കളർ കുർത്തയും മുണ്ടുമാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അവർ വിവാഹ സാരി നോക്കാൻ പോയി. ഏറെ നേരം തപ്പിയിട്ടും അവൾക്ക് മനസ്സിനിണങ്ങിയ സാരി കണ്ടെത്താൻ സാധിച്ചില്ല. അംബികയും കാർത്തികയും കുറേ സാരി വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ജാനിയുടെ മുഖഭാവം കണ്ടിട്ടാണ് ആദി അവൾക്കരികിലേക്ക് ചെല്ലുന്നത്. സാരി സെലക്ട് ചെയ്തില്ലേ? അവൻ ചോദിച്ചതും അവൾ ഇല്ലെന്ന് തല കാട്ടിക്കാണിച്ചു. ആദി സെയിൽസ് ഗേളിനോടൊരു സാരി ചൂണ്ടിക്കാണിച്ചിട്ട് അതെടുക്കാൻ പറഞ്ഞു. ഒരു ഡാർക്ക് മജന്ത കളർ സാരിയായിരുന്നു അത്. കണ്ട മാത്രയിൽ തന്നെ ജാനിക്ക് ആ സാരി ഇഷ്ടമായി. സെയിൽസ് ഗേൾ അവളെ അത് ഭംഗിയിൽ ഉടുപ്പിച്ചു കൊടുത്തു. ആ സാരിയിൽ ജാനിയെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു. ആദി ആരും കാണാതെ അവൻ്റെ ഫോണിൽ അവളുടെ കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെയും 3 മണിക്കൂറിനടുത്ത് ഷോപ്പിംഗ് നീണ്ടു. ഷോപ്പിംഗൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തളർന്നിരുന്നു. ഇനി രാത്രിയിലേക്കുള്ള ഭക്ഷണവും കഴിച്ചിട്ട് പിരിയാമെന്ന തീരുമാനത്തിലെത്തി. കേശവിൻ്റെ കാറിൽ മീനുവും അംബികയും കാർത്തികയും, ആദിയുടെ കാറിൽ സുഭദ്രയും ജാനിയുമാണ് കയറിയത്. കാർത്തിക ആദിയുടെ കാറിൽ കയറാൻ നോക്കിയെങ്കിലും മീനു അതിന് സമ്മതിച്ചില്ല. അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് അവർ പോയത്. എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തു. ജാനിയുടെ നേരെ ഓപ്പോസിറ്റാണ് ആദി ഇരുന്നത്. അവൻ്റെ കണ്ണ് ആ സമയങ്ങളിലെല്ലാം ജാനിയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഭയങ്കര ക്യൂട്ടാണ് ആള്. കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. വളരെ സാവധാനമാണ് കഴിക്കുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും ജാനിയുടേത് പകുതിയായതേ ഉള്ളൂ. ഈ പെണ്ണിനൊന്ന് വേഗം കഴിച്ചൂടെ? എല്ലാവരും ഇവൾക്ക് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്? ഇങ്ങനെ ഒച്ചിഴയുന്നത് പോലെ കഴിച്ചാൽ എപ്പോ തീരാനാ? അംബികയുടെ വകയാണ് ആ ചോദ്യം. കാർത്തികയും അവരുടെ ചോദ്യം ശരിവെക്കുന്നത് പോലെ തലയാട്ടുന്നുണ്ട്. അംബികയുടെ സംസാരം കേട്ടതും ജാനിയുടെ മുഖം വിളറിപ്പോയി. സുഭദ്ര അവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന അർത്ഥത്തിൽ അംബികയെ നോക്കി. ജാനി വേഗം എണീക്കാൻ നോക്കിയതും ആദി അവളോട് ഇരിക്കാനായി പറഞ്ഞു. അപ്പച്ചി കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കൈ കഴുകിക്കോ, അംബികയോടായി പറഞ്ഞിട്ട് ആദി കേശവിന് നേരെ തിരിഞ്ഞു. അച്ഛാ, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവരെ കൊണ്ടാക്കിക്കോളാം, അതുവരെ കാത്തു നിൽക്കേണ്ട. അത് കേട്ടതും എല്ലാവരും എണീറ്റ് പോയി. അംബിക പിന്നീടൊന്നും പറയാൻ നിന്നില്ലെങ്കിലും പോകുന്ന വഴിക്ക് ജാനിയെ നോക്കി പേടിപ്പിക്കാൻ മറന്നില്ല. ഇനിയും കഴിക്കാതിരിക്കുന്നവളെ കാണെ ആദ്യ ടേബിളിനടിയിലൂടെ കാലുകൊണ്ട് അവൾക്കൊരു തട്ടു കൊടുത്തു. ജാനി അവനെ മുഖമുയർത്തി നോക്കി. കഴിക്ക്, പയ്യെ കഴിച്ചാൽ മതി, ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. കഴിക്ക് ജാനൂട്ടി. എന്നിട്ടും അനങ്ങാണ്ടിരിക്കുന്നവളെ മുത്തശ്ശി കൂടി നിർബന്ധിച്ചതും ജാനി മെല്ലെ കഴിക്കാൻ തുടങ്ങി. അവളുടെ വിശപ്പൊക്കെ കെട്ടുപോയിരുന്നു. കുറച്ച് കഴിച്ചവൾ മതിയാക്കി. എന്തേ? അവൾ കഴിക്കുന്നത് നിർത്തിയത് കണ്ടതും ആദി ചോദിച്ചു. എനിക്ക് മതിയായി. അവളുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിയ സുഭദ്രയും ആദിയും പിന്നീട് അവളെ നിർബന്ധിക്കാൻ നിന്നില്ല. അവർ കൈ കഴുകാനായി പോയി. ആദിയുടെ കാറിൽ തിരികെ വീട്ടിലേക്ക് പോവുകയാണവർ. മുത്തശ്ശി മുന്നിലാണിരുന്നത്, ജാനി ബാക്കിലും. ഡ്രൈവിങ്ങിനിടയിലും ആദിയുടെ കണ്ണുകൾ റിയർവ്യൂ മിററിലൂടെ ജാനിയെ നോക്കുകയായിരുന്നു. കണ്ണടച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണവൾ. റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങിയപ്പോൾ തൊട്ട് സൈലൻ്റാണ്. ആദിക്ക് അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ പാവം തോന്നി. അപ്പച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം ആണ് ജാനി മൂഡ് ഔട്ട് ആയതെന്ന് അവന് മനസ്സിലായി. അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിലും എങ്ങനെയെന്നുള്ള ചിന്ത അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു.
ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ജാനിയുടെ വീട്ടിലെത്തി. ജാനിയും സുഭദ്രയും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. സമയം അപ്പോഴേക്കും 10 മണിയോടടുപ്പിച്ചിരുന്നു. കേറുന്നില്ലേ മോനെ? ആദി കാറിൽ തന്നെ ഇരിക്കുന്നത് കണ്ടതും മുത്തശ്ശി ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ലേറ്റായി, പിന്നീട് ഒരിക്കലാകാം, നിങ്ങൾ അകത്തേക്ക് കയറിക്കോ. അവൻ ജാനിയെ നോക്കിക്കൊണ്ടാണ് സുഭദ്രയ്ക്കുള്ള മറുപടി കൊടുത്തത്. അവൻ്റെ നോട്ടം കണ്ടതും അവളിൽ ഒരു പിടപ്പ് നിറഞ്ഞു. മുത്തശ്ശി വീടിൻ്റെ വാതിൽ തുറന്നതും അവൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. അവർ അകത്തേക്ക് കയറി എന്ന് ഉറപ്പാക്കിയതും അവൻ വണ്ടിയെടുത്തു. മോളെ ജാനൂട്ടി, ഇങ്ങു വാ. റൂമിലേക്ക് പോകാൻ നിന്ന ജാനിയെ സുഭദ്ര തിരികെ വിളിച്ചു. അവളൊന്നും നിശ്വസിച്ചുകൊണ്ട് സോഫയിലിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. അംബിക പറഞ്ഞത് മോൾക്ക് വിഷമമായോ? മുത്തശ്ശി ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല. സുഭദ്ര പയ്യെ അവളുടെ മുടിയിലൂടെ തഴുകാൻ തുടങ്ങി. എൻ്റെ ജാനൂട്ടി, ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കേട്ടോ. ആ അംബികയുടെ മകളില്ലേ, എന്തായിരുന്നു പേര്? ആ, കാർത്തിക. അവളെ കൊണ്ട് ആദിമോനെ കല്യാണം കഴിപ്പിക്കാൻ അംബിക ഒരു ശ്രമം നടത്തിയിരുന്നു. കാർത്തിക അവൻ അനിയത്തിയാണെന്ന് പറഞ്ഞ് ആദിമോൻ അതിന് സമ്മതിച്ചില്ല. അതിൻ്റെ ഒരു ചൊരുക്ക് തീർത്തത് അവൾ മോളോട്. മുത്തശ്ശി അത് പറഞ്ഞതും ജാനിയിൽ ഒരു മഞ്ഞു വീണ പ്രതീതിയുണ്ടായി. അതുവരെ കലുഷിതമായ അവളുടെ മനസ്സ് പൊടുന്നനെ ശാന്തമായി. ഞാനും വിചാരിച്ചു, ആ പെണ്ണുങ്ങൾക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യമെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. വെറുതെയല്ല പഴമക്കാർ പറയുന്നത് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്. അതും ആലോചിച്ച് ജാനി ഉള്ളിൽ ഊറിച്ചിരിച്ചു. അവരും ആ വീട്ടിലാണോ മുത്തു താമസിക്കുന്നത്? ജാനി അവളുടെ ഉള്ളിൽ വിരിഞ്ഞ സംശയം സുഭദ്രയോടായി പങ്കുവച്ചു. അല്ല ജാനി, അവർ വേറെയാ നിൽക്കുന്നേ. എന്തെങ്കിലും അത്യാവശ്യ ഫംഗ്ഷനൊക്കെ ആവുമ്പോൾ വരുന്നതാ. അവരുടെ ഭർത്താവ് വിദേശത്താ. മുത്തശ്ശി അവൾക്ക് മറുപടി നൽകി. മുത്തശ്ശിയുടെ തലോടലിൽ ജാനിയുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സമയം കുറേയായി ജാനൂട്ടി, മോള് പോയി കിടന്നു, നാളെ ക്ലാസ്സിൽ പോകണ്ടേ? ജാനിയുടെ വിഷമങ്ങളൊക്കെ മാറിയെന്ന് കണ്ടതും സുഭദ്ര അവളോട് പറഞ്ഞു. അപ്പോഴാണ് ജാനിയും സമയം ശ്രദ്ധിക്കുന്നത്. അവൾ മുത്തശ്ശിയോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ചാടിത്തുള്ളിക്കൊണ്ട് അകത്തേക്ക് പോയി. മനസ്സിലെ സംശയങ്ങളൊക്കെ മാറിയതുകൊണ്ടോ എന്തോ അവൾ നല്ല സുഖമായി കിടന്നുറങ്ങി. എന്നാൽ മറ്റൊരിടത്ത് ഒരുവൻ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ജാനിയെയും സുഭദ്രയും വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചെത്തിയപ്പോഴേക്കും 11:30 ആയിരുന്നു. എല്ലാവരും കിടന്നുറങ്ങിയിരുന്നു. അവൻ റൂമിലേക്ക് ചെന്ന് ഫ്രഷായി കട്ടിലിലേക്ക് കിടന്നു. അപ്പച്ചിയെ കണ്ട് 2 എണ്ണം പറയാമെന്നെല്ലാം വിചാരിച്ചു വന്നതായിരുന്നു. അപ്പോഴേക്കും എല്ലാം പോയി കിടന്നുറങ്ങി. അവൻ്റെ മനസ്സ് ജാനിയിലേക്ക് പോയി. അവൾ ഉറങ്ങിക്കാണുമോ? ഇന്ന് അപ്പച്ചി പറഞ്ഞതെല്ലാം അവളുടെ മനസ്സിൽ തട്ടിയെന്ന് ആ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. പാവം, ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എല്ലാം ഒരൊറ്റ ഡയലോഗ് കൊണ്ട് മാറി മറിഞ്ഞു. ഇനി അവൾ കരയുകയായിരിക്കുമോ? വിഷമം കാരണം ഉറങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും. ആദി പലതും ചിന്തിച്ചു കൂട്ടി. അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പെട്ടെന്നാണ് ആദിക്കിന്ന് ജാനിയുടെ ഫോട്ടോ എടുത്തത് ഓർമ്മ വന്നത്. അവൻ വേഗം ഫോൺ തപ്പി എടുത്ത് ഗാലറി ഓണാക്കിയപ്പോഴേ കണ്ടു ജാനിയുടെ 3-4 പിക്സ്. അവൻ അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഫോട്ടോയിലൂടെ വിരലുകൾ ഓടിച്ചു. മുത്തശ്ശിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പിക്കായിരുന്നു അത്. വിവാഹസാരിയിൽ ഒരു നറുപുഞ്ചിരിയുമായി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചൊന്നു തുടിച്ചു. അവൻ അത്രമേൽ ഇഷ്ടത്തോടെ അത് നോക്കി. വല്ലാത്തൊരു ഓമനത്തം അവൻ അവളോട് തോന്നിപ്പോയി. തൻ്റെ നെഞ്ചൊപ്പം പോലുമില്ലാത്തൊരു കുഞ്ഞി പെണ്ണ്. അവളെ ആ നെഞ്ചിൽ ഒതുക്കി പിടിക്കാനുള്ള മോഹവുമായി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇന്നാണ് ജാനിയുടെയും ആദിയുടെയും നിശ്ചയം. അന്നത്തെ സംഭവത്തിന് ശേഷം പിറ്റേന്ന് ക്ലാസ്സിൽ ചിരിച്ചു കളിച്ചിരിക്കുന്ന ജാനിയെ കണ്ടപ്പോഴാണ് അവൻ ആശ്വാസമായത്. എന്തുകൊണ്ടോ ഉള്ളിൽ നിറഞ്ഞ ഭയം അപ്പാടെ മാറിയിരുന്നു. കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നതിനാൽ നിശ്ചയം ജാനിയുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. സ്റ്റേജും പന്തലും ഫുഡും എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരുന്നതിനാൽ സമയത്തിനെല്ലാം നല്ല ഭംഗിയായി ഒരുക്കി. ഇരു കൂട്ടരുടെയും അത്രയും അടുത്ത ബന്ധുക്കൾ മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. ജാനിയുടെ വീട്ടിൽ ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നിരുന്നു. ഇങ്ങനെയൊരു ആലോചനയെക്കുറിച്ച് അറിയിക്കാതിരുന്നതിനാൽ അവർക്കിടയിൽ മുറുമുറുപ്പുയർന്നു. എന്നാൽ സുഭദ്ര അതൊന്നും ചെവിക്കൊള്ളാൻ പോയില്ല. ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞു വരുന്നവർക്ക് തക്കതായ മറുചോദ്യം ഉന്നയിക്കുമ്പോൾ പിന്നീടൊന്നും സംസാരിക്കാനില്ലാത്തതുപോൽ അവർ പിന്തിരിഞ്ഞു. ബന്ധുക്കളെ കൂടാതെ വിച്ചുവിൻ്റെയും അമ്മുവിൻ്റെയും കുടുംബവുമുണ്ട്. ബന്ധുക്കളേക്കാൾ അവർക്കാണ് സുഭദ്ര പ്രാധാന്യം നൽകിയത്. കാരണം ഒരു ആവശ്യ സമയത്ത് അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ജാനിക്കും സുഭദ്രയ്ക്കും കൂട്ടായി. ജാനിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
അമ്മുവും വിച്ചുവും അവൾക്കൊപ്പമാണ്. വിച്ചു ആകട്ടെ ഒരു സഹോദരനെ പോലെ എല്ലാ കാര്യവും നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്. എടി അമ്മു, എനിക്ക് പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കുന്നടി. ഒരുക്കുന്നതിനിടയിൽ ജാനി അമ്മുവിനെ നോക്കി ദയനീയമായി പറഞ്ഞു. ആഹാ, എൻ്റെ പൊന്നു മോളെ, നീ ഒന്ന് അനങ്ങാതെ നിന്നു കൊടുത്തേ, ആ ചേച്ചി നിന്നെ ഒന്ന് ഒരുക്കട്ടെ. അതിന് ജാനി അവളെ കൂർപ്പിച്ചു നോക്കി. അമ്മു വാ പൊത്തിച്ചിരിച്ചു. ഇരുവരുടെയും കാട്ടിക്കൂട്ടലുകൾ കണ്ട് ബ്യൂട്ടീഷ്യനും ചിരി വരുന്നുണ്ടായിരുന്നു. അവർ അവളെ നല്ല ഭംഗിയായി ഒരുക്കി. അപ്പോഴേക്കും സുഭദ്ര അവർക്ക് കുടിക്കാനുള്ള വെള്ളവുമായി അങ്ങോട്ടേക്ക് ചെന്നു. ഒരുങ്ങി നിൽക്കുന്ന ജാനിയെ കണ്ടതും മുത്തശ്ശിയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. മുത്തശ്ശിയുടെ സുന്ദരി കുട്ടി. സുഭദ്ര അവളെ ചേർത്തു പിടിച്ചു. ദേ മക്കളീ വെള്ളമെടുത്തു കുടിച്ച്, അവരെല്ലാം ഇപ്പം ഇങ്ങെത്തും. കുറച്ചു കഴിഞ്ഞതും ആദിയും കൂട്ടരും എത്തി. അവരെ വിച്ചുവും സുഭദ്രയും ചേർന്നാണ് സ്വീകരിച്ചിരുത്തിയത്. മീനു ജാനിയെ കാണാൻ അകത്തേക്ക് പോയി. ആദിയുടെ താക്കീതുള്ളതിനാൽ അംബികയും കാർത്തികയും അവിടെ തന്നെ ഇരുന്നു. മീനി ചെല്ലുമ്പോൾ ജാനി മുറിയിൽ തന്നെയാണുള്ളത്. അവർ അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിലിരുന്ന ബോക്സ് ജാനിയെ ഏൽപ്പിച്ചു. തുറന്നു നോക്ക്. അവളുടെ സംശയഭാവം കണ്ടതും മീനു പറഞ്ഞു. ഡയമണ്ടിൻ്റെ 2 വളകളായിരുന്നു അത്. മീനു അതെടുത്ത് ജാനിയുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ, അതിനിതെൻ്റെ മോൾക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റാണ്, മീനു ജാനിയോട് പറഞ്ഞു. അവരുടെ സൗമ്യമായ സംസാരം കേട്ടതും ജാനി ചിരിച്ചു. ജാനിമോളുടെ കൂട്ടുകാരിയാണല്ലേ, എന്താ പേര്? അമ്മുവിനെ അവിടെ കണ്ടതും മീനു അവളെ അടുത്തേക്ക് വിളിച്ചു. അമ്മയെ എന്നാ അമ്മേ. അമ്മു അവർക്ക് മറുപടി നൽകി. എന്നാൽ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ കേട്ടോ. അമ്മുവിനോടും ജാനിയിനോടുമായി പറഞ്ഞ് മീനു പുറത്തേക്ക് പോയി. എന്തു പാവമാ ആദിസാറിൻ്റെ അമ്മ. മീനു പോയതും അമ്മു ജാനിയോട് പറഞ്ഞു. ആടി പാവമാ, എനിക്ക് എന്ത് ഇഷ്ടമാ എന്നറിയാമോ? എന്നെ ഭയങ്കര കാര്യമാ. എനിക്ക് മീനു അമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വരുന്നേ. ജാനിയുടെ കണ്ണുകൾ ചെറുതായി ഈറനണിഞ്ഞു. അത് കണ്ടതും അമ്മു അവളെ ചേർത്ത് പിടിച്ചു. എന്തിനാ എൻ്റെ ജാനിക്കുട്ടി ഇപ്പം സങ്കടപ്പെടുന്നേ? എനിക്ക് അമ്മേനെയും അച്ഛനെയും കണ്ണനെയും ഓർമ്മ വന്നു അമ്മു. അവരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. എനിക്ക് എൻ്റെ കണ്ണനെ കണ്ട് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജാനി വിങ്ങി പൊട്ടിപ്പോയിരുന്നു. അയ്യോ, ദേ കരഞ്ഞ് മേക്കപ്പൊക്കെ കുളമാക്കല്ലേ ജാനി, ആദിസാർ കണ്ടാൽ ടെററാകും. അവളുടെ മനസ്സ് മാറ്റാനെന്നോണം അമ്മു പറഞ്ഞു. അവളുടെ മുഖത്ത് പടർന്ന കണ്ണീരെല്ലാം ഒപ്പി മേക്കപ്പ് ഒന്നുകൂടെ സെറ്റാക്കി കൊടുത്തു. നിശ്ചയത്തിന് സമയമായി ജാനൂട്ടി. കുറച്ചു കഴിഞ്ഞതും സുഭദ്ര അവളെ വിളിക്കാനായി വന്നു. മിടിക്കുന്ന ഹൃദയവുമായി അവൾ സ്റ്റേജിലേക്ക് നടന്നു.